റിലയൻസ് എന്ന വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ധീരുഭായ് അംബാനിക്ക് ഒരു ഇല്ലീഗൽ ബിസിനസ് ഉണ്ടായിരുന്നു. ഈ കഥ തുടങ്ങുന്നത് 1950കളിലാണ്. അതും അറബ് കൺട്രിയായ യമനിൽ. 23 വയസ്സുകാരനായ അംബാനി യമനിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. യമനിലെ കറൻസിയായ റിയാൽ സിൽവർ കോയിനുകളായിരുന്നു. ആ സമയത്ത് സിൽവറിന് നല്ല മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അംബാനി അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ തുടങ്ങി. റിയാലിലുള്ള സിൽവറിൻ്റെ വാല്യൂ ലണ്ടൻ എക്സ്ചേഞ്ചിലെ വിലയേക്കാൾ കൂടുതലായിരുന്നു. ഇതൊരു വലിയ അവസരമാണെന്ന് മനസ്സിലാക്കിയ അംബാനി കൂടുതൽ റിയാലുകൾ ശേഖരിക്കാൻ തുടങ്ങി. പിന്നീട് ഈ ശേഖരിച്ച റിയാലുകളെല്ലാം ഉരുക്കിയതിന് ശേഷം യമൻ പോർട്ട് വഴി തന്നെ ലണ്ടനിലെ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തു. ഇത് കാരണം യമനിലെ റിയാലിൻ്റെ ലഭ്യത കുറഞ്ഞു. അവിടുത്തെ വിനിമയങ്ങളെ ഇത് സാരമായിട്ട് ബാധിക്കാനും തുടങ്ങി. ഈ കാര്യം യമൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അവർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമയത്ത് അംബാനിയാണ് ഈ റിയാലുകളെല്ലാം ധാരാളമായിട്ട് വാങ്ങിയതെന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് തടയാനുള്ള നടപടികൾ അവർ കൈക്കൊള്ളുകയും ചെയ്തു. പക്ഷേ അത് ഒരുപാട് വൈകിപ്പോയിരുന്നു. എന്തെന്നാൽ അംബാനി ലക്ഷക്കണക്കിന് രൂപ ഇതിൽ നിന്ന് സമ്പാദിച്ചിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അംബാനി തിരിച്ച് ഇന്ത്യയിൽ വരികയും റിലയൻസ് ഇൻഡസ്ട്രീസ് ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ തന്നെ വൻകിട ബിസിനസ് ശൃംഖലയുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് മാറുകയും ചെയ്തു. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.